ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 12ാമത്തെ പാഠഭാഗമായ ബോൻസായി എന്ന കവിതയുടെ ആശയമാണ്. ഈ ആശയം 4 മാർക്കിനാണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് നോക്കാം. ബോൻസായി സുധാ ഉപാധ്യായിക്ക് കവിത ഹെ. ബോൻസായി സുധാ ഉപാധ്യായി എഴുതിയ കവിതയാകുന്നു. ബോൻസായി കഹ്തി ഹെ. ബോൻസായി പറയുകയാണ്, മേം ആംഗൻ മേ ഖടി തി. ഞാൻ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. മാലിക്കിനെ യജമാനൻ മുജെ എന്നെ ഉഗാഡ് കർ പിഴുതെടുത്തിട്ട് അല്ലെങ്കിൽ പറിച്ചെടുത്തിട്ട് ഏക് ഗമലേമേ ലഗാലിയ. ഒരു പൂച്ചട്ടിയിൽ കുഴിച്ചിട്ടു. ഇസുസേ ഇതുകൊണ്ട് തന്നെ ഡ്രോയിങ് റൂം സജാദിയ. ഡ്രോയിങ് റൂം സ്വീകരണമുറി വളരെയധികം അലങ്കരിക്കപ്പെട്ടു. ഈ ചെടി കാരണം ഡ്രോയിങ് റൂം വളരെയധികം മനോഹരമായി തോന്നി എന്നർത്ഥം. മേം ധീരെ ധീരെ ബോൻസായി ബൻ ഗയി. ഞാൻ മെല്ലെ മെല്ലെ ബോൻസായി ആയി മാറി. ആനെ ജാനെ വാലെ. വരുന്നവരും പോകുന്നവരും സബ് എല്ലാവരും ഖുഷീസെ വളരെ സന്തോഷത്തോടെ മുജെ ദേക്കിനെ ലഗെ എന്നെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഋതുയേം ബദലി. കാലം മാറി വന്നു. ഋതുക്കൾ മാറി. മുജുമേം ഫൂൽ എന്നിൽ പൂക്കളും ഫൽ പഴങ്ങളും ലഗെ ഉണ്ടായി തുടങ്ങി. ഏത് ദേക്കുകർ ഇത് കണ്ടിട്ട് മാലിക് ഡർ ഗയെ. മാലിക് പേടിച്ചു പോയി. ഉനോനെ മുജെ ഉഗാഡ് കർ. അദ്ദേഹം എന്നെ പിഴുതെടുത്തിട്ട് കൂടെ കച്ചരമേ ചപ്പു ചവറിലേക്ക് ഫേങ്ക് ദിയ വലിച്ചെറിഞ്ഞു. അബ് ആക്കർ ദേക്കോ. ഇപ്പോൾ വന്നിട്ടൊന്ന് നോക്കൂ. മേരി ജഡേം എൻ്റെ വേരുകൾ ഔർ ഫൈൽ ഗയി ഹെ. ഒന്നുകൂടെ വ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് എൻ്റെ വേരൊക്കെ വളർന്ന് വലുതായി ഇരിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കവിതയുടെ സാരാംശം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ നിങ്ങളൊരിക്കലും മറക്കരുത്. ഓക്കെ, താങ്ക് യു.